എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിലായത് ബുദ്ധ, ബൾട്ടി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ് നായകന സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വരാൻ പോവുകയാണ്. മനോരമ മാക്സ് ആണ് നൈറ്റ് റൈഡേഴ്സിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ ആമസോൺ പ്രൈമിലും സിനിമ വരും. ക്രിസ്മസിന് സ്പെഷ്യലായിട്ടാണ് നൈറ്റ് റൈഡേഴ്സിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനിക നായകന സിനിമയായിരുന്നു ബൾട്ടി. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബൾട്ടി സിനിമ നേടിയെടുത്തത്. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബൾട്ടി. ഇപ്പോഴിതാ ഈ ഒരു സിനിമ OTT റിലീസിനെ ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് ബൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ക്രിസ്മസ് വീക്കിലായിരിക്കും ബൾട്ടി സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് എക്കോ. സന്ദീപാണ് സിനിമയിലെ നായകൻ. നല്ലൊരു ത്രില്ലർ സിനിമയാണ് എക്കോ. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒരേ സ്വരത്തിൽ പോസിറ്റീവാണ് എക്കോ സിനിമയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ സൂപ്പർ ഹിറ്റായ കിഷ്കിണ്ട് കാണത്തിന്റെ ടീമാണ് എക്കോ സിനിമയും എടുത്തിരിക്കുന്നത്. ഇപ്പോഴിതാ എക്കോ സിനിമയുടെ OTT ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ക്രിസ്മസിനായിരിക്കും എക്കോ സിനിമ OTTയിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പുഷ്പ സിനിമയുടെ ഒരു മോഡലിലാണ് വിലായത് ബുദ്ധ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ചന്ദനകടത്തിന്റെ കാര്യങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പൃഥ്വിരാജാണ് വിലായത് ബുദ്ധ സിനിമയിൽ നായകൻ. തിയേറ്ററുകളിൽ 3 മണിക്കൂർ സിനിമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് ലേഖ അനുഭവപ്പെട്ടു. ഈ ഒരു കാരണം കൊണ്ടാണ് വിലായത് ബുദ്ധ പരാജയപ്പെട്ടത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ അടുത്ത വീക്ക് വിലായത് ബുദ്ധ OTT റിലീസിനെ ഒരുങ്ങുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പുണ്യാളൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ നേടിയെടുത്തത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ ഇവരാണ് പുണ്യാള സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് പുണ്യാള സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് മാസ്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ആൻഡ്രിയ കെവിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT അവകാശം ഇപ്പോൾ C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഡിസംബർ മാസം ക്രിസ്മസിനാണ് മാസ്ക് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയാണ് മാരിവിലും ഗോപുരങ്ങൾ. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ടായിരിക്കും മാരിവിലും ഗോപുരങ്ങൾ OTT റിലീസിന് എത്തുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയാലും OTTയിൽ ഒരു വട്ടം കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമയായിട്ടും OTTയിൽ ബസൂക്ക വരുന്നില്ല. നേരത്തെ ചില റിപ്പോർട്ടുകൾ പ്രകാരം C5 ആയിരുന്നു OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയും കാലമായിട്ട് C5ഉം റിലീസാക്കിയിട്ടില്ല. ഇതിനർത്ഥം C5 വാങ്ങിച്ചിട്ടില്ലെന്ന് തന്നെയാണ്. പുതിയൊരു OTT പ്ലാറ്റ്ഫോം ബസൂക്കയുമായിട്ട് ഡീൽ നടത്തുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസിനായിരിക്കും ബസൂക്ക വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഇന്നസെൻ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു ഇന്നസെൻ്റ്. അൽത്താഫ് അനാർക്കലി മരക്കാരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ് ഇന്നസെൻ്റ്. ഇപ്പോഴിതാ മനോരമ മാക്സിൽ സിനിമ OTT റിലീസിനെ ഒരുങ്ങുകയാണ്. ഡിസംബർ മാസത്തിലാണ് ഇന്നസെൻ്റ് സിനിമയുടെ OTT. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ഗെറ്റ് സെറ്റ് ബേബിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. അതുപോലെ നിഖില വിമലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഒരുപാട് പേര് ഈ സിനിമയുടെ OTTക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബി വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഡിസംബറിൽ ക്രിസ്മസിന് വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഡിസംബർ മാസം 24-നായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.